കഴിഞ്ഞ ആഴ്ചയിലെ 5 ദിവസവും നേട്ടത്തോടെയാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി സൂചിക 318 പോയിന്റും സെൻസെക്സ് 738 പോയിന്റും ഉയർന്നു. വിദേശ നിക്ഷേപകർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഓഹരി വാങ്ങി തുടങ്ങിയത് ഇന്ത്യൻ വിപണിക്ക് കരുത്തേകുന്നതാണ്. പ്രതീക്ഷിച്ച തോതിൽ മൺസൂൺ മഴ ലഭിക്കുന്നതും US ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന ഉൾപ്പെടുന്ന അനുകൂല ആഗോള ഘടകങ്ങളും ഒന്നാം പാദത്തിലെ GDP വളർച്ചാ നിരക്ക് കുറഞ്ഞെങ്കിലും വരും പാദങ്ങളിൽ വളർച്ചാ നിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും റീറ്റെയിൽ നിക്ഷേപകർ ശക്തമായി പിന്തുണച്ചതുമാണ് വിപണിയെ മുന്നോട്ട് നയിച്ചത്. വരുന്ന ആഴ്ചയിലും ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ സജീവമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ഒരു പശ്ചാത്തലത്തിൽ വാച്ച് ലിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് 2 ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. അനന്തരാജ് ലിമിറ്റഡും ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ലിമിറ്റഡും. ആദ്യം ചർച്ച ചെയ്യുന്നത് അനന്തരാജ് ലിമിറ്റഡ് ആണ്. പ്രകാശ്, അനന്തരാജ് ലിമിറ്റഡിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ? ഒരു റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പ്രധാനമായിട്ടും ഇവർ ഡൽഹി ബേസ്ഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ തന്നെ മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഹോട്ട് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുള്ളൊരു ഏരിയയാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ NCR, ഡൽഹി ബേസ്ഡായിട്ട്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 10 വർഷത്തോളമായിട്ട് നിലവിലുള്ള കമ്പനിയാണ്. പ്രധാനമായിട്ടും ഇവർ IT പാർക്കുകൾ, അതിൻ്റെ സെസ്, IT സ്പെഷ്യൽ എക്കണോമിക് സോണ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽസ് നിർമ്മിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യലായിട്ടുള്ള ഷോപ്പിംഗ് മാൾ, ഓഫീസ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരു കൂടുതൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിലേക്കും അവർ കടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക്കായിട്ട് റിയൽ എസ്റ്റേറ്റ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നമുക്ക് പറയാം അനന്തരാജ് ലിമിറ്റഡ്. ഇനിയിപ്പോൾ ഇവരൊരു പ്രധാനപ്പെട്ട ഇതിൽ ഡൽഹി, ഹരിയാന, ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഒരു അഫോർഡബിൾ ഹൗസിങ്ങിലോട്ടൊക്കെ കടന്നിട്ടുണ്ട്. അതൊരു കൂടുതലും ആന്ധ്രാപ്രദേശ്, തിരുപ്പതി കേന്ദ്രീകരിച്ചൊക്കെയാണ് ആ പ്രോജക്റ്റുകളൊക്കെ വരുന്നത്. പിന്നെ രാജസ്ഥാനിൽ ഇവർക്ക് ചില പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഇവരുടെ ബിസിനസ്സിനെ നമ്മൾ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റാണുള്ളത്. അപ്പോൾ ഇതിൽ ഇവർ കൂടുതലും ഒരു പ്രൈം ഫോക്കസ് അവർ കൊടുത്തിരിക്കുന്നത് സൗത്ത് ഗുരുഗ്രാം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രോപ്പർട്ടി, അനന്തരാജ് എസ്റ്റേറ്റ് എന്നാണ് ആ ഒരു സബ് കമ്പനി ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് ഒരു റെസിഡൻഷ്യൽ പ്രോജക്ട്സ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് 312 ഏക്കർ, പ്രൈം ലൊക്കേഷൻസിലായിട്ട് 312 ഏക്കർ ഓഫ് ലാൻഡ് അവരുടെ കയ്യിലുണ്ട്. ഇതിൽ തന്നെ ഒരു 47 ഏക്കർ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ബിർള എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ഒരു പ്രോജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ IT പാർക്കുണ്ട്, മനേസർ ഹരിയാനയിലുണ്ട്. അതുപോലെ തന്നെ IT പാർക്ക് പഞ്ച്കുളയിലും ഉണ്ട്. ഇതിൽ ഈ മനേസർ IT പാർക്ക് കംപ്ലീറ്റ്ലി എല്ലാ ഫേസും കംപ്ലീറ്റ് ആയതാണ്, വർക്കിംഗ് ആണ്, മീൻസ് റവന്യൂ ജനറേറ്റ് തുടങ്ങിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഇനി പഞ്ച്കുളയിലെ IT പാർക്ക് നോക്കിയാണ് ഫേസ് 1 ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഹരിയാനയിലൊരു സെസ് ഉണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺ ITയുടെ, അതും ഒരു ഫേസ് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി എൻ്റെ പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹരിയാനയിൽ, അതായത് ഗുരുഗ്രാം കേന്ദ്രീകരിച്ച് കുറേ ഓഫീസ് കോംപ്ലക്സുകളും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 1-2 ഹോട്ടൽസ് ഇവർക്കുണ്ട്. ഇനി പിന്നെ ഇതൊക്കെ ഇതുവരെയുള്ള കഴിഞ്ഞു വരും. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഫോറേ ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു 2 മേഖലകൾ ശ്രദ്ധേയമായിട്ട് തോന്നിയത്, ഒന്ന് ഡാറ്റാ സെൻറ്ററിൻ്റെ ഇതാണ്, മാനേജ്മെൻറ്റാണ്. അതേപോലെ തന്നെ വെയർ ഹൗസിംഗ് പ്രോജക്റ്റുകൾ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അടുത്ത 5 വർഷത്തിനകം ഡൽഹി, ഹരിയാനയിൽ വെയർ ഹൗസിംഗിൽ അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇ-കൊമേഴ്സ് സെയിൽസും അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ഒരു വയബിളായിട്ടുള്ള, വളരെ സാധ്യത നൽകുന്ന ഒരു ഇതാണ്. ലോജിസ്റ്റിക്സൊക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു ഘട്ടത്തിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സെക്ടറിൽ തന്നെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് അവർക്ക് ജൂലൈ അവസാനം ഗൂഗിളുമായിട്ട് ഒരു കരാർ ലഭിച്ചിരുന്നു, ഡാറ്റാ സെൻറ്ററിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്ററിൻ്റെ സർവീസ് മാനേജ് ചെയ്യുന്നതിനുമുള്ള ഒരു കരാർ ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടൊരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ്. നിലവിൽ ഒരു 7 റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുപ്പതി കേന്ദ്രീകരിച്ചുള്ള അഫോർഡബിൾ ഹൗസിംഗ് അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ ഹരിയാനയിലാണ്. പിന്നെ ഇതാണ് കമ്പനിയുടെ ഒരു പൊതുചിത്രം, അവരുടെ പ്രവർത്തനവും കാര്യങ്ങളും ബന്ധപ്പെട്ട്. ഇനി ഈ ചോദ്യത്തിലേക്ക് വന്നാൽ ഓഹരിയുടെ ഒരു വാല്യുവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നോക്കുമ്പം സ്റ്റോക്കിൻ്റെ PE 67 ടൈംസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് ടൈമിൽ നോക്കുമ്പോൾ ഹൈ തന്നെയാണ്. അതിൻ്റെ സെക്ടർ PE 106 അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്ടറിനെക്കാട്ടും താഴെയുള്ളതെന്നുള്ളതാണ് ഒരു അണ്ടർ വാല്യൂഡ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ കഴിയും. അതായത് സ്റ്റോക്കിൻ്റെ ആ ഒരു അബ്സല്യൂട്ട് ടൈംസിൽ അതിൻ്റെ PE നോക്കുകയാണെങ്കിൽ 67 ടൈംസ് ഉള്ളത് വാല്യൂഷനിൽ ഹൈ തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവർ റീസെൻ്റ് ഒരു പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ്
ഡബിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 1-2 വർഷമായിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. റീസെൻ്റ്ലി ഇതെല്ലാം ഒരു ക്വാർട്ടർലി റിസൾട്ടുകൾ ബെറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ROC ഇതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. കടബാധ്യത കുറഞ്ഞിട്ടുണ്ട്, റവന്യൂ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ EPS ഗ്രോത്തും കാണാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ അതായത് ആ ഒരു സ്ട്രോങ് ഗ്രോത്ത് ഫ്യൂച്ചറിലേക്കുള്ളത് കണ്ടിട്ടുള്ള ഒരു ഇതിൽ വേണമെങ്കിൽ ആ സ്റ്റോക്ക് പീനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷെ അത് കൂടുതൽ തന്നെയാണ്. അപ്പം അതായത് ഇനി മുന്നോട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ ഇൻലൈൻ എക്സ്പെക്റ്റേഷന് വന്നിട്ടില്ലെങ്കിൽ ഈ വാല്യുവേഷൻ ഘടകങ്ങളൊക്കെ ഒരു ചോദ്യചിഹ്നമാകും. അതിനനുസരിച്ചുള്ള തിരിച്ചടികളൊക്കെ വേണമെങ്കിൽ ഓഹരിയിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത്. പിന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 6.62 ടൈംസിലാണ് നിൽക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഹരി നിൽക്കുന്ന 596 നിലവാരങ്ങളാണ്, 600 നിലവാരങ്ങളാണ്. 637 വരെ പോയിട്ട്, അതായത് 637 വരെ ടച്ച് ചെയ്താണ്. 52 വീക്ക് ഹൈയുമാണ്, ഓഹരിയുടെ ഓൾ ടൈം ഹൈയുമാണ്. ഇതുവരെയുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഓൾ ടൈം ഇതുമാണ്. 210 ഒരു വർഷത്തിനിടയിൽ താഴെ നിലവാരം. അപ്പോൾ തന്നെ നമുക്കറിയാം ഓഹരി അത്രത്തോളം റാലി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ ഡെറ്റ് കമ്പനി കുറച്ചിട്ടുണ്ട്, അത് നമുക്കൊരു പോസിറ്റീവ് എടുക്കാവുന്ന ഘടകമാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നൊക്കെ പറയുമ്പോൾ, കൺസ്ട്രക്ഷൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അപ്ഫ്രണ്ടായിട്ട് ഒരുപാട് മൂലധനം ആദ്യം ഇറക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കും. ഈൽഡ് കുറവ് തന്നെയാണ്, പക്ഷേ ഒരു ഹൈ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യേണ്ട ഒരു സെക്ടറിൽ റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം. ചുരുക്കത്തിൽ നമുക്ക് നോക്കുമ്പോൾ നിലവിലെ വാല്യുവേഷനൊക്കെ നമുക്ക് ഒറ്റനോട്ടത്തിൽ കൂടുതലായിട്ടൊക്കെ തോന്നാം. പക്ഷേ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന റീസണായിട്ടുള്ളൊരു സാമ്പത്തിക പ്രകടനം ആ കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. അത് തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ വാല്യുവേഷൻ വൈസിലൊരു പ്രത്യേകിച്ചൊരു കറക്ഷനുള്ളൊരു സ്കോപ്പ് ഇതിൽ കാണുന്നില്ല. പക്ഷേ എന്നാൽ സമീപകാലത്തൊരു പ്രവർത്തനങ്ങളും മികവിൻ്റെ പേരിലാണ് അതിനെ ജസ്റ്റിഫൈ എന്നുള്ളതിന് ഊന്നി പറയുന്നു. തരക്കേടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അനന്തരാജിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ആനന്ദ്രാജ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഒരു ട്രെൻഡ് ലൈനിനെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലെവലിൽ നിന്ന് ട്രെൻഡ് ലൈനെ ഒന്ന് താഴേക്ക് പോയെങ്കിലും ഓഗസ്റ്റ് 9 പിന്നീട് ഒരു മികച്ച ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, വോളിയം ഉണ്ട്. ആ ദിവസം 16 ആ ലെവലിലേക്ക് തിരിച്ച് സ്റ്റോക്ക് കയറുന്നത്. വലിയൊരു മരബോസു ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റോക്ക് കയറുന്നത്. അതിനുശേഷം ഒരു പുൾ ബാക്കിലേക്ക് സ്റ്റോക്ക് വന്നു. ഒരു ചെറിയ കൺസോൾട്ടേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് കാണാം. നമ്മൾ പിവറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 607 രൂപ ലെവലിലുള്ള പിവറ്റ് ലെവൽസിൽ നിന്ന്, അതേപോലെ 628 രൂപയിൽ നിന്നും സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ലൈവായിട്ട് തന്നെ പിവറ്റ് ലെവൽ നോക്കുന്നതാണ് നല്ലത്. നമ്മൾ ലൈവ് ട്രേഡിങ്ങിലാണ് സാധാരണയായിട്ട് പിവറ്റ് ലെവൽസ് നോക്കാറുള്ളത്. ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം, വളരെ മനോഹരമായിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. വളരെ കൃത്യമായിട്ടുള്ള അപ് ട്രെൻഡ് നമുക്കിവിടെ വിസിബിളാണ്. നോക്കിയാൽ അറിയാം, മികച്ച വോളിയത്തോടു കൂടി, ശരാശരിയിലധികം വോളിയത്തോടു കൂടിയാണ് മിക്ക ആഴ്ചകളിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന. വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു കൺസോളിഡേഷനിലേക്ക് പോയി നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ലെവൽസ് തന്നെയാണ് റിജക്ഷൻ നേരിട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഒരു ഓഹരിയിലെ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അനന്തരാജ് ഓഹരിയുടെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു. ഇനി ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ഓഹരിയിലേക്ക് കടക്കാം. പിന്നു പ്രകാശ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? തരക്കേടില്ലാത്തൊരു കമ്പനി തന്നെയാണ്. ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് പൈപ്പ് ലൈൻ സൊല്യൂഷൻസ് പ്രൊവൈഡറാണ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്സ്. 10-60 വർഷത്തോളമുള്ള ഒരു പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു മികവെന്ന് പറയുന്നത് ഒരു ഡക്റ്റൈൽ അയൺ പൈപ്പിൻ്റെ നിർമ്മാണത്തിൽ മാനുഫാക്ചറിങ്ങിൽ ഒരു അഗ്രഗണ്യരാണ്. ഇന്ത്യയിലേക്ക് ഡക്റ്റൈൽ അയൺ പൈപ്പുകൾ 94 ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്സ്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് വളരെ ഫോക്കസ് ആയിട്ട് പിന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ പ്രവർത്തിച്ച് ഇത് കൂടുതലും ഈ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പൈപ്പിനെ, അപ്പോൾ ഈ വാട്ടർ അങ്ങനെയുള്ള ഈ അർബൻ പ്രോജക്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൈപ്പാണിത്. അപ്പം ഈ ഡക്റ്റൈൽ അയൺ പൈപ്പിലേക്ക് ഇന്ത്യയിൽ തന്നെ 94 ഇൻട്രൊഡ്യൂസ് ചെയ്തു. തുടർന്ന് അതിൽ തന്നെ വളരെയധികം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അതിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ അവർ ഉൽപ്പാദിപ്പിച്ചു. ഇപ്പം നോക്കുകയാണെങ്കിൽ 110 രാജ്യത്തോട് ഇവർ ഈ ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ 214 രൂപ ലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത്. അത് 227 വരെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നിയർലി ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഓൾ ടൈം ഹൈയുമാണ് 227.
60 രൂപ നിലവാരമായിരുന്നു കഴിഞ്ഞ വർഷത്തിനുള്ള താഴെ നിലവാരം. അപ്പോൾ അതിൽ തന്നെ ഓഹരി അത്യാവശ്യം റാലി ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇവർ കമ്പനിയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 60 വർഷം മുന്നേ കാസ്റ്റ് അയൺ പൈപ്പ് നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. അതിനുശേഷം ഇൻഡസ്ട്രിയുടെ മാറ്റങ്ങളനുസരിച്ചും അവരൊരു നിഷ സെഗ്മെൻറ്റ് കണ്ടുപിടിച്ചു അതിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ച് മുന്നേറുന്നൊരു കമ്പനിയാണിത്. ഈ ഡക്റ്റൈൽ അയൺ പൈപ്പും അതിൻ്റെ ഫിറ്റിങ്സും ലാണ് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിലൂടെ തന്നെ അതായത് DI പൈപ്പ് സെഗ്മെൻറ്റിൽ ഒരു സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ കമ്പനി നേടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് തർക്കമില്ല. 110 രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്തിട്ടുമുണ്ട്. ഈ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളിലൊക്കെ അക്രിഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എടുത്തു കാണാൻ കഴിയും. അത് ഇവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ ഇവരുടെ സർവീസിനെ കാണിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വാട്ടർ പ്രോജക്ട്സ് ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിഷ്യറി കമ്പനിയാണെന്ന് കാണാം. അത് ജൽജീവൻ മിഷൻ, അമൃത്, അതുപോലെ നഗരവികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെയൊക്കെ പ്രോജക്റ്റുകളിൽ അകത്ത് ഇവർക്ക് ഈ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ പദ്ധതിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കൂടുതൽ നേട്ടം കൊയ്യുന്ന കമ്പനികളെന്ന് അത്രയും കൂടുതൽ ഓർഡറുകൾ കിട്ടുമ്പോൾ ഒരു കമ്പനിയാണ്. ഇനി ഇവർ റവന്യൂ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് 70% ഈ കമ്പനിയുടെ മൊത്തം റവന്യൂവിൽ 70% ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡക്റ്റൈൽ അയൺ പൈപ്പിൽ തന്നെയാണ്. ഡക്റ്റൈൽ അയൺ ഫിറ്റിങ്സിന് 5%, അതായത് ഒരു 75% ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയാണ് കാസ്റ്റ് അയൺ പൈപ്പുകളും ബാക്കിയുള്ള പിഗ് അയൺ സപ്ലൈ ഒക്കെ ഉണ്ട് അതിൽ നിന്ന് വരുന്നത്. പിന്നെ ഡൊമസ്റ്റിക്കായിട്ട് അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് 80% റവന്യൂ കിട്ടുന്നത്. ബാക്കി 20% എക്സ്പോർട്ടിൽ നിന്ന് മൊത്തത്തിൽ ലഭിക്കുന്നത്. 5 മാനുഫാക്ചറിങ് പ്ലാന്റുകളാണുള്ളത്. വെസ്റ്റ് ബംഗാളിൽ 3, തമിഴ്നാട്ടിലൊന്ന്, ആന്ധ്രാപ്രദേശിലൊന്ന്. നിലവിൽ ഡക്റ്റൈൽ പൈപ്പിൻ്റെ ഒരു കപ്പാസിറ്റി ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം ടൺ പെർ ആനമാണ് വാർഷികമായി നോക്കുമ്പോൾ. അപ്പോൾ ഈ അടുത്ത ഒരു ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടും കമ്പനിയുടെ ഒരു അപ്പർ ഹാൻഡ് നിലനിർത്താനും വേണ്ടിയിട്ട് ഗ്രോയിങ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനോടെയായിട്ട് ഇവരൊരു 340 കോടിയോളം രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനിടയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ ഫീൽഡ്, അതായത് നിലവിലെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്. അങ്ങനെ ഈ 7 ലാഖിൽ നിന്ന് 7 ലക്ഷം ടണ്ണിൽ നിന്നും 9 ലക്ഷത്തിലേക്ക് ഉയർത്താനാണ് അവർ ശ്രമിക്കുന്നത്. അത് വളരെ പോസിറ്റീവുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം വെച്ചാൽ ഡിമാൻഡുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കൂടുതൽ റവന്യൂ, കൂടുതൽ പ്രോഫിറ്റൊക്കെ കമ്പനിക്ക് നിയർ ഫ്യൂച്ചറിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയും. പിന്നെ ഇവർ കീ ക്ലയൻസൊക്കെ നോക്കുവാണെങ്കിലും വലിയ വലിയ ക്ലയൻസൊക്കെ തന്നെ ISRO ഉണ്ട്, VSSC ഉണ്ട്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഉണ്ട്, BMW ഉണ്ട്, ബോയിങ് കോർപ്പറേഷൻ ഉണ്ട്, ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ദോഹ മെട്രോ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കമ്പനിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് വ്യക്തമാണ്. പിന്നെ 2002 ഒരു മെർജർ നടന്നിരുന്നു. ശ്രീകാളഹസ്തി പൈപ്പ്സ് ലിമിറ്റഡുമായിട്ട് ചേർന്ന് ഇവർ മെർജ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് നോർത്തിലും ഈസ്റ്റിലും ആ ഒരു കമ്പനിയുടെ പ്രസൻസ് ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇത് എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലൊരു ഡക്റ്റൈൽ അയൺ പൈപ്പിൽ സിംഗിൾ ലാർജസ്റ്റ് പ്ലെയർ ആയിരുന്നതും ഈ ശ്രീകാളഹസ്തി പൈപ്പുമായിട്ടുള്ള ഒരു മെർജറിലൂടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഓഹരിയുടെ വാല്യുവേഷൻ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓഹരിയായിട്ട് വളരെ ഫെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഇന്നൊരു 15 times ആണുള്ളത്. ഇതിൻ്റെ സെക്ടർ P 29 times ആണ്. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ഇത്രയും. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 60 ആയിരുന്നു ലോ, ഇപ്പം 240 നിൽക്കുന്നത്. അപ്പോൾ ഇത്ര റാലി ചെയ്തിട്ടും അതിനൊരു പിയിൽ ആ ഒരു ലെവലിൽ നിന്നുള്ളത് നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് കാണാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.56 ആണ്. ഒരു മോഡറേറ്റ്ലി ഹൈ തന്നെയാണ്. പക്ഷേ ഒരു EPS വളരെ സ്ട്രോങ് EPS ഗ്രോത്ത്, ഏർണിംഗ് പെർ ഷെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. നിലവിൽ 14.41 ആണ് കാണിക്കുന്നത്. അതായത് ഒരു ഇയർ ഓൺ ഇയർ വാർഷികമായി 202% EPS ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അത് അതിൻ്റെ പ്രോഫിറ്റും റവന്യൂവും ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഡെറ്റ് കുറച്ചിട്ടുണ്ട്. കമ്പനികളിൽ ലോ ഡെറ്റ് കമ്പനി, കുറച്ച് കടബാധ്യതയേ ഉള്ളൂ, പറയത്തക്ക വലിയ കടബാധ്യതകളില്ല. അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റവന്യൂ വർദ്ധിക്കുന്നുണ്ട്, റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്. ഈൽഡ് കുറവാണ്, പക്ഷേ റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി FIs ഒക്കെ ഈ ഒരു ഓഹരിയിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചായിട്ട് കാണാം. അപ്പം ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് തന്നെയാണ് പറയാൻ കഴിയുക. സ്റ്റോക്കിൻ്റെ വില കൂടി പറയാം. ഇപ്പം നിലവിൽ 214 അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. നമ്മളിവിടെ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈനിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു ലെവല് ബ്രീച്ച് ചെയ്തു ഓഗസ്റ്റ് 5-ാം തീയതി. പിന്നീട് അതേ ട്രെൻഡ് ലൈൻ തന്നെ അവിടെ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പുതിയതായിട്ട് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു
ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു 226 ലെവലിലെ സ്റ്റോക്ക് നിലവിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. മുമ്പും റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സോണാണ്, അത് നമുക്കിവിടെ കാണാം. ഈ ഒരു ലെവലിൽ നേരത്തെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സോണാണ് ആ ഒരു 225. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 223. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ താഴെ ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ നിലവിൽ സ്റ്റോക്ക് നിൽക്കുന്ന ഒരു ലെവല് കുറച്ചും കൂടെ താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ക്ലോസിങ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ലെവൽ 214.20 ആണ്. അവിടെയും സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ താഴെ ലെവൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു താഴെ നിലകളിൽ സപ്പോർട്ട് കൊടുത്ത സോൺ അടുത്തതായിട്ട് വരുന്നത് ഒരു 206 രൂപ 205 രൂപ ലെവലാണ് ഒരു സപ്പോർട്ട് സോണായിട്ട് താഴെ വരുന്നത്. ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫിബ് ലെവൽസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാം അവിടെ ബുള്ളിഷ് സോണായിട്ടുള്ള 382 അവിടെ നിന്നാണ് സ്റ്റോക്ക് ഇന്നലെയും ഇന്നും, അതായത് ഓഗസ്റ്റ് 29, 30 തീയതികളിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് കാണാം ഫിബ് ലെവലിൽ നിന്നാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു EMA കൂടെ ഇട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു EMA 20 ലെവലും നമുക്ക് കാണാം. EMA 20 അതേപോലെ ഫിബ് 382 എന്നുള്ള ഒരു കോൺഫ്ലുവൻസ് സോണിൽ നിന്നാണ് സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഒരു സോണാണ്. ആ സോൺ ബ്രീച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ലെവൽസാണ്. അതേപോലെ തന്നെ ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എത്തരത്തിലാണ് പെർഫോമൻസ് എന്ന് നോക്കാം. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയിട്ട് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും, എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു സ്വിങ് ഹൈ മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം. ഇവിടെയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ ലെവലിൽ നിന്നും റിജക്ഷൻ കൊടുക്കുന്നത് കാണാം. ക്യാൻഡിൽസ് മാത്രമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രോങ് ഡിമാൻഡിനെയാണ് കാണിക്കുന്നത്. നമ്മൾ പ്രീവിയസ് ലെവൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു ലെവൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് 224, അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 226.80. ഈ ഒരു സോൺ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വാച്ച് ലിസ്റ്റിൻ്റെ 14ാം എപ്പിസോഡിൽ അനന്തരാജ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് എന്നീ 2 ഓഹരികളുടെ വിശകലനമാണ് നടത്തിയത്. പ്രേക്ഷകർക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തിയോ സെബി അംഗീകൃത വിദഗ്ധൻ്റെ സേവനം തേടിയോ നിക്ഷേപം നടത്താം. പുതിയ 2 ഓഹരികളുമായി വാച്ച് ലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.